अङ्गं हरेः पुलकभूषणमाश्रयन्ती भृङ्गाङ्गनेव मुकुलाभरणं तमालम् अङ्गीकृताखिलविभूतिरपाङ्गलीला माङ्गल्यदास्तु मम मङ्गलदेवतायाः। നമസ്കാരം. ആദ്യമായി ശാന്തി മന്ത്രം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. സദാശിവസമാരംഭാം
ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാമുപാസതേ സംജാനാനാം ഉപാസതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കക്കോടി ഉപസഭ യോഗക്ഷേമ സഭയുടെ ഭാഗമായ കക്കോടി ഉപസഭയിലെ ഒരു മെമ്പറായ ഞാൻ ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗയിലെ ചില കാര്യങ്ങൾ എനിക്ക് കേൾക്കുന്നില്ല അറിയാവുന്ന ചില ശങ്കരേട്ട, കാര്യങ്ങൾ. ഒച്ചത്ത് പറയും. തീരെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. കേൾക്കാം. ആ എന്റെ യോഗയിലെ ഫോണിന്റെ എന്തോ പ്രശ്നം. ചില കാര്യങ്ങൾ ആ എനിക്ക് അറിയാവുന്ന രൂപത്തിൽ എന്റെ കഴിവിനനുസരിച്ച് എന്റേതായ ഭാഷയിൽ നമ്മുടെ അംഗങ്ങൾക്കും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. 192 രാജ്യങ്ങൾ ഇന്ന് യോഗാ ദിനമായി ആചരിക്കുകയാണ്. ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മുടെ പൂർവിക മഹർഷി വര്യന്മാരുടെ കാഴ്ചപ്പാടിൽ ലോക മാനവരാശിയുടെ നിലനിൽപ്പിനും സമാധാനപൂർണമായ ജീവിത വീക്ഷണത്തിനും ഉതകുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തി സംഭാവന ചെയ്ത ഒരു അമൂല്യ നിധിയാണ് യോഗ. പണ്ടുകാലത്ത് യോഗിവര്യന്മാരിൽ മാത്രം ഒതുങ്ങി നിന്ന യോഗ അനുഷ്ഠാനം ഇന്ന് ലോക ജനതയുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു എന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. യോഗശാസ്ത്രത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി തന്നത് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു എന്ന ശാന്തിവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകമെങ്ങും ഇന്ന് യോഗ ദിനമായി ആചരിച്ചു വരികയാണ്. നമ്മുടെ എല്ലാമായ യോഗക്ഷേമ സഭയുടെ വേദിയിൽ ഈ കോവിഡിന്റെ വെളിയാട്ടത്തെ ഭയന്നുകൊണ്ട് ഓൺലൈനായി യോഗയുടെ ഗുണഗണങ്ങളെ പറ്റി അനുഭവങ്ങളെ സാക്ഷി നിർത്തി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സ്നേഹജനങ്ങളുടെയും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടും ഗുരുഭൂതന്മാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ. എന്താണ് യോഗ? സാധാരണയായി യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ധാരണ തലകുത്തി നിൽക്കുന്ന ശീർഷാസനമോ അല്ലെങ്കിൽ മലർന്നു കിടന്ന് കാല് തലയുടെ ഭാഗത്ത് കുത്തി നിൽക്കുന്ന
ഹലാസനമോ ഒക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഓർമ്മയിൽ വരിക. കാരണം അത് കാലത്തിന്റെ മാറ്റമാണ്. യോഗാഹ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തിയെ നിരോധിക്കുക എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്തം മനസ്സിന്റെ പ്രവൃത്തിയെ, അതിന്റെ തെറ്റായ ദിശയിൽ നീങ്ങുന്ന മനസ്സിനെ ശരിയായ വഴിക്ക് കൊണ്ടുവരാൻ ഉതകുന്ന ഒരു ചിന്തയും പ്രവൃത്തിയുമാണ് യോഗയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. തീരെ കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അത് എങ്ങനെയാണോ കത്തുന്നത്, ചലിക്കാതെ എങ്ങനെയാണോ കത്തി നിൽക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സും ഏകാഗ്രമായി ഒരേ ദിശയിൽ നിർത്തുവാൻ ഉതകുന്ന ഒരു വിദ്യയാണ് യോഗ എന്ന് പറയുന്നത്. യുജി എന്ന ക്രിയാധാതുവിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണ് യോഗ. യോഗം എന്നാണ് ശരിയായ വാക്ക്. യോഗം എന്ന് പറഞ്ഞാൽ ചേരുക. ടു ജോയിൻ വിത്ത് വാട്ട് എന്നൊരു ചോദ്യം അവിടെ വരാം. എന്തിനോട് ചേരണം? മനസ്സ്, വാക്ക്, പ്രവൃത്തി, ചിന്ത, ഇതെല്ലാം ചേർന്ന് വരിക. അങ്ങനെ ഒരർത്ഥത്തിൽ അത് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക, പരമാത്മാവോട് ചേരുക എന്നും അതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ അത് നമ്മൾക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ അനുഭവം വാക്ക്, ചിന്ത, പ്രവൃത്തി ഇതൊക്കെ യോജിച്ചു കൊണ്ടുവരിക എന്നുള്ള അനുഭവം മാത്രമേ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ യോഗയുടെ പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ്? ചിത്തവൃത്തി നിരോധനമാണെന്ന് പറഞ്ഞു. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. മനസ്സ് ഉൾക്കൊള്ളുന്ന ശരീരത്തെ, നല്ല ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മനസ്സിന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നല്ല ശരീരം എങ്ങനെയാണ് ഉണ്ടാവുക? ആവശ്യമായ ഭക്ഷണം, അധികമായ ഭക്ഷണം പാടില്ല. ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ വ്യായാമം, ആവശ്യമായ വിശ്രമം, സത്ചിന്ത, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് നല്ല ഒരു ശരീരത്തിന്റെ ലക്ഷണം. ആരോഗ്യം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം. മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എന്നാണ് ആരോഗ്യത്തിന്റെ വിവക്ഷ. അതായത് മാനസികവും ശാരീരികവും ആത്മീയവുമായ സ്വാസ്ഥ്യമായ അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതിൽ സ്പിരിച്വാലിറ്റി വളരെ പ്രധാനമാണ്. അതിനാണ് നമ്മൾ ഓങ്കാരമൊക്കെ ചൊല്ലിയത്. ആദ്യമായി ഓങ്കാരം ചൊല്ലിയത് ഇത്രയും ദീർഘമായി എന്തിനാണ് ഉച്ചരിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉന്നയിക്കാം. ധാരാളം കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓങ്കാരം ദീർഘമായി ഉച്ചരിക്കുന്ന സമയത്ത്. അതിനുശേഷം നാം ശ്വസിക്കാൻ എടുക്കുന്ന ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുകയും ചെയ്യും. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ശ്വാസം മുട്ടലാണല്ലോ എല്ലാവർക്കും വരിക. അപ്പൊ ശ്വാസത്തെ ധാരാളം സ്വീകരിക്കുക, ശ്വസിച്ചു തള്ളുന്ന ഉച്ഛ്വാസവായുവിനെ ധാരാളമായി പുറന്തള്ളുക. ഇതാണ് ഓങ്കാരത്തിൽ കൂടി ഫിസിക്കൽ അച്ചീവ്മെന്റ്. ആ, ഉ, മ ഇങ്ങനെയുള്ള 3 അക്ഷരങ്ങളാണ് ഓങ്കാരത്തിന്റെ. ആ എന്ന അക്ഷരം തൊണ്ടയിൽ നിന്നും, ഉ എന്ന അക്ഷരം ചുണ്ടിൽ നിന്നും, മ എന്ന നാസിക സ്വരം അത് മൂക്കിൽ നിന്നുമാണ്. അപ്പൊ തൊണ്ട മുതൽ കണ്ഠം മുതൽ ഓഷ്ഠം വരെ സ്പന്ദനം നൽകുന്ന ഒരു ശബ്ദമാണ് ഓംകാരം, അതായത് പ്രണവ മന്ത്രം. പ്രകർഷേണ നവം ഇതി പ്രണവം. പുതിയതിനെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കാൻ ശക്തിയുള്ള ഒരു ശബ്ദമാണ് പ്രണവ മന്ത്രം, ഓങ്കാരം. അതാണ് നാം ഓങ്കാരത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇതാണ്. അപ്പൊ ഓങ്കാരം ഇത്രയും ദീർഘിപ്പിച്ച് ചൊല്ലുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ വികാസ സങ്കോച പ്രക്രിയകൾ വളരെ ഭംഗിയായി നടക്കുക. അതാണ് ഓങ്കാരം ചൊല്ലിയത് അത്രയും ദീർഘമായി ചൊല്ലാൻ കാരണം അതാണ്. പിന്നെ വ്യായാമമാണ്.
ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ചലിക്കത്തക്ക വിധം വ്യായാമം ചെയ്യുക എന്നുള്ള അതിനാണ് നമ്മൾ ഋഗ്വേദത്തിലെ പ്രധാന മന്ത്രമായ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷിഭിര്യജത്രാഹ സ്ഥിരൈഃ അംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായു. അതായത് നമ്മുടെ കണ്ണുകൾക്ക് ഭദ്രം കർണേഭി ചെവികൾ ഭദ്രമായിരിക്കട്ടെ, നല്ലത് മാത്രം കേൾക്കുവാൻ ചെവികൾക്ക് ശക്തി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ചെവി ഉണ്ടായാൽ മാത്രം കേൾക്കുകയില്ല, ചെവി മനസ്സും കൂടെ ചേരുമ്പോഴാണ് കേൾക്കുക. അത് നല്ല മനസ്സാണെങ്കിൽ നല്ലത് കേൾക്കും. അങ്ങനെ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷിഭിര്യജത്രാഹ, രണ്ട് കണ്ണുകൾക്കും നല്ലത് കാണുവാൻ സാധിക്കട്ടെ. സ്ഥിരൈഃ അംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ, ഈ അംഗങ്ങളെല്ലാം സ്ഥിരമായതും ശക്തിയേറിയതും പ്രവർത്തന നിരതവുമായിരിക്കട്ടെ. സസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായു, ഈ ആയുസ്സിന്റെ അവസാനം വരെ ഈ അംഗങ്ങൾക്കെല്ലാം ചലനശേഷിയും പ്രവർത്തന ശേഷിയും ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ യോഗയിൽ കൂടി നമുക്ക് ആസനങ്ങളിൽ കൂടി ലഭിക്കുന്നത് അതാണ്. എന്നാൽ യോഗ എന്നതൊരു വ്യായാമ മുറ മാത്രമാണെന്നും ചൊറി മുതൽ എയ്ഡ്സ് വരെ 10 ദിവസത്തെ യോഗ ക്ലാസ്സിൽ പോയി യോഗ ചെയ്താൽ മാറുമെന്നുള്ള പല പല പരസ്യങ്ങളും ഒക്കെ നമ്മളെ കാണാറുണ്ട്. അതിൽ ചിലവര് ആ വ്യാമോഹത്തിൽ പങ്കുചേരാറുമുണ്ട്, അതിൽ വീണു പോകാറുമുണ്ട്. അങ്ങനെയുള്ള ഒരു രോഗചികിത്സക്കുള്ള ഒരു ചുട്ടുവിദ്യ അല്ല യോഗ എന്ന് ആദ്യമായി ഞാൻ പറയട്ടെ. നല്ല ശക്തിയുള്ള മനസ്സുള്ള ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിക്കുക, അതാണ് യോഗയിൽ കൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ സാധിക്കാവുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 57 കൊല്ലത്തെ യോഗയായിട്ട് ബന്ധമുണ്ട്. എന്നിട്ടും ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ്. ഗുഡ് ഫോർ നത്തിങ്, അല്ലെങ്കിൽ ബിഗ് സീറോ എന്നാണ് തോന്നുന്നത്. അപ്പൊ യോഗ ഒരു ചെറിയ പാഠമല്ല, വലിയ പാഠമാണ്. അതിന് ഭക്ഷണശീലം ഒരു പ്രധാന ഘടകമാണ്. നല്ല ശരീരം ഉണ്ടാവണമെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, അത് ശരീരത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക. നമ്മുടെ ടേസ്റ്റ് അല്ല പ്രധാനം, ശരീരത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിനനുസരിച്ച് ഭക്ഷണം, അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക. ലിവിങ് ഫോർ ഈറ്റിംഗ് ആവരുത്, ഈറ്റിംഗ് ഫോർ ലിവിങ് ആവുക. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ള അവസ്ഥ മാറ്റി ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരിക. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക. ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാഭോഗി, ത്രിഭുക്തം മഹാരോഗി, പിന്നെ ചതുർഭുക്തം മഹാദ്രോഹി. അത് എന്റെ വക ചേർത്തതാണല്ലോ. അപ്പൊ ഏകഭുക്തം മഹായോഗി, ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവൻ മഹായോഗിയാണ്. ദ്വിഭുക്തം മഹാഭോഗി, ഭോഗി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്ന നമ്മളെ പോലെയുള്ള ഭൗതിക ജീവികൾ. ത്രിഭുക്തം മഹാരോഗി, 3 പ്രാവശ്യം നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നവൻ മഹാരോഗിയാണ്, അവന് രോഗമാണ് പ്രധാനം. ചതുർഭുക്തം മഹാദ്രോഹി, കല്ലെറിയേണ്ട ദ്രോഹിയാണ്. എല്ലാരും കേൾക്കണ്ടല്ലോ അല്ലെ? അപ്പൊ ഭക്ഷണം 2 പ്രാവശ്യം ആണ് നമ്മുടെ ശരിയായ രൂപത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത്. മുമ്പൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് നമുക്ക് ധാരാളം ഭക്ഷണം എത്ര കഴിച്ചാലും മതിയാവാത്തൊരവസ്ഥ. അത് കഴിക്കാനുള്ള ഒരു മാനസിക നില, പല പല ടേസ്റ്റുകൾ, പുതിയ പുതിയ ടേസ്റ്റുകൾ വരുമ്പോൾ നല്ലവണ്ണം കഴിക്കണം എന്നുള്ളത് തോന്നിച്ച ഇതൊക്കെ നമ്മൾ രോഗത്തിലേക്ക് നയിക്കുന്ന ഭക്ഷണ രീതികളാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ആണ് പ്രധാനം. മിതാഹാരം വിനായസ്തു യോഗാരംഭം തു കാരയേൽ നാനാ രോഗോ ഭവേ
തസ്യ കിഞ്ചിൽ യോഗോ ന സിദ്ധ്യതി എന്നാണ്. മിതാഹാരം, അൺലെസ് യു ഒബ്സർവ് moderation in diet and practice yoga, you will be getting no benefit of yoga, but you are getting only diseases. അതായത് ഭക്ഷണത്തിൽ ക്രമീകരണം പാലിക്കാതെ യോഗ അഭ്യസിക്കുകയാണെങ്കിൽ, യോഗ അനുഷ്ഠിക്കുകയാണെങ്കിൽ യോഗയുടെ യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം രോഗികളായി തീരുന്നു എന്നാണ് യോഗ സൂത്രത്തിൽ പറയുന്നത്. കാരണം നമ്മളിപ്പോ നല്ല ടൈലൊക്കെ വിരിച്ച നിലത്ത് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി അവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ കാലിന്റെ പാട് കാണും. അതേ സമയത്ത് പൊടി പിടിച്ച നിലത്ത് ചവിട്ടിയാൽ കാലിന്റെ പാട് കണ്ടില്ല എന്ന് വരാം. കാരണം അവിടെ ആദ്യമേ പൊടിയും വൃത്തികേടുമാണ്. അപ്പൊ അങ്ങനെ ശുദ്ധമായ സ്ഥലത്തേക്ക് അശുദ്ധമായ സാധനങ്ങൾ ചെല്ലുമ്പോൾ അവിടെ മാലിന്യങ്ങൾ ഉണ്ടാവുന്നു. ആ മാലിന്യങ്ങളെ അകറ്റുവാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് രോഗം എന്ന് പറയുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം, അതായത് അക്യുമുലേഷൻ ഓഫ് ഫിൽത്ത്, ആ മാലിന്യങ്ങളെ പുറന്തള്ളുവാൻ വേണ്ടി ശരീരം കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ശരീരത്തിൽ നിന്ന് ആ മാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് രോഗരൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന് ചില സ്ഥലത്ത് രോഗം വന്നാൽ വേദന ഉണ്ടാകും, ചില സ്ഥലത്ത് രോഗം വന്നാൽ വയറ്റിളക്കം കാണും, ചിലർക്ക് തലവേദന, ഇങ്ങനെ പല പല എവിടെയാണോ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചത് അവിടെ ആ രോഗത്തിന് മൂർച്ച പോകും. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ യോഗയ്ക്ക് സാധിക്കും എന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. ഒരു പരിധി വരെയാണ് പറയുന്നത്. മുഴുവൻ വയസ്സാകുന്ന സമയത്ത് ആ വയസ്സിൽ ശരീരം പഴകിക്കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അതിന് നമ്മൾ ഇത് സാധാരണയാണ് എന്ന് കണ്ട് അതിന് വേണ്ടതായ ചികിത്സ എടുക്കുക. യോഗ അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ചികിത്സയും എടുക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് അബദ്ധമാണ്, ബുദ്ധിശൂന്യതയാണ്. അതാദ്യം തന്നെ യോഗേന ചിത്തസ്യ പദേന വാചാം, ചിത്തത്തിനെ യോഗ കൊണ്ട്, മനസ്സിനെ യോഗ കൊണ്ട് ശക്തിപ്പെടുത്തുക. പദേന വാചം, സാഹിത്യത്തെ വാക്കുകൾ കൊണ്ട്, പദങ്ങൾ കൊണ്ട് പോഷിപ്പിക്കുക. മലം ശരീരസ്യ ച വൈദ്യകേന, ശരീര മാലിന്യങ്ങളെ, മലങ്ങളെ വൈദ്യം കൊണ്ട് മാറ്റുക, അകറ്റി നിർത്തുക. അതാണ് പറയുന്നത്. അപ്പൊ വൈദ്യം വേണ്ട, ചികിത്സിക്കണ്ട, യോഗ ചെയ്താൽ യാതൊരു രോഗവും ഉണ്ടാവില്ല, ഒരു ചികിത്സയും വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പല പരസ്യങ്ങൾ നമുക്ക് കാണാം. എന്ത് രോഗം വന്നാലും അയാൾക്ക് രോഗം വരാൻ പാടുണ്ടോ, യോഗ ചെയ്യുന്ന ആളല്ലേ എന്ന് എന്നെ പറ്റി തന്നെ പലരും ചോദിക്കാറുണ്ട്. അത് അതിന്റെ അജ്ഞത കൊണ്ട് മാത്രമാണ്. രോഗം വരാം, ശരീരത്തിന്റെ ചില മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്ര രോഗം ഈ യോഗ അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാവില്ല. കാരണം ഭക്ഷണത്തിൽ ഒരു പരിധി വരെ നിയന്ത്രണം പാലിക്കും, വാക്കിൽ നിയന്ത്രണം പാലിക്കും, പെരുമാറ്റത്തിൽ, ചിന്തയിലൊക്കെ ഒരു പരിധി വരെ നിയന്ത്രണം പാലിക്കുവാൻ യോഗ അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് സാധിക്കും എന്നതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. അതാണ് ഭക്ഷണശീലത്തെ പറ്റി പറയുന്നത്. ഇനി വ്യായാമം. വ്യായാമം നിർബന്ധമാണ്. ശരീരത്തിന്റെ എല്ലാ സന്ധികളെയും ചലിപ്പിക്കുക. അതിനാണ് യോഗാസനങ്ങൾ ചെയ്യുന്നത്. അഷ്ടാംഗ യോഗം പതഞ്ജലി മഹർഷി ആദ്യമായി ഈ യോഗയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ദേവാദിദേവനായ പരമശിവനാണ്. പരമശിവൻ ഒരു തടാകത്തിന്റെ അരികിലിരുന്നു ശ്രീപാർവതിക്ക് യോഗ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം. അപ്പൊ ഈ സമയത്ത് ഒരു മഹർഷി ഒരു മത്സ്യത്തിന്റെ രൂപം കൊണ്ട് ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന മാതിരി, ഒരു ഓവർ ഹിയറിംഗ് ചെയ്യുന്ന മാതിരി ഇത് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ആ തടാകത്തില്. അപ്പോ പരമശിവന് സംഗതി മനസ്സിലായി, ഇത് മത്സ്യമല്ല മഹർഷിയാണ്. അങ്ങനെ മത്സ്യത്തോട് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറയുകയും യോഗ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. ആ മഹർഷിയാണ് മത്സ്യേന്ദ്രമുനി. അദ്ദേഹത്തിന്റെ പേരിൽ മത്സ്യേന്ദ്ര ആസനം ഉണ്ട്. പിന്നെ പതഞ്ജലി മഹർഷിയാണ് ഈ യോഗകളൊക്കെ, ഈ പല ജീവജാലങ്ങളുടെയും ശാരീരിക പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്
ഓരോ യോഗാസനങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ 84 ലക്ഷം യോഗാസനങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അത് ക്രോഡീകരിച്ച് യോഗസൂത്രം എന്നുള്ള ഗ്രന്ഥം രചിക്കുകയും പിന്നെ സ്വാമി ആത്മാരാമൻ അത് ഒന്നുകൂടെ ലളിതവൽക്കരിച്ച് ധ്യാനയോഗം അതുപോലെ തന്നെ പല പല ജ്ഞാനയോഗങ്ങളുടെ പല യോഗ രൂപങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. നമ്മളിപ്പോ അതിൽ യോഗസൂത്രത്തിൽ പറയുന്ന അഷ്ടാംഗ യോഗം ആണ് നമ്മൾ ആചരിക്കുന്നത്. അഷ്ടാംഗം എന്ന് വെച്ചാൽ 8 അംഗങ്ങളാണ്, 8 ലിംസ് ഓഫ് യോഗ. അത് ഏതൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതായത് യമനിയമങ്ങൾ ആദ്യത്തെ 2 അത് വ്യക്തിത്വ വികസനത്തിന് ഉതകുന്നതാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. യമം 5, നിയമം 5. ആദ്യത്തെ 5 യമങ്ങളാണ് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അഹിംസ നോൺ വയലൻസ്, ഹിംസിക്കാതിരിക്കുക. മനസ വാച കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ടാം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, മനസ വാച കർമ്മണ ഹസ്താഭ്യാം കൈകൾ കൊണ്ടോ, പദ്ഭ്യാം കാലുകൾ കൊണ്ടോ, ഉദരേണ ഉദരം കൊണ്ടോ, ശിഷ്ട ജനനേന്ദ്രിയം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ശരിയായ നോൺ വയലൻസ്. ഇതെങ്ങനെയാ ഉദരം കൊണ്ട് ഉപദ്രവിക്കുക എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടെ നാം കഴിച്ച് നമ്മുടെ ഉദരം വീർപ്പിക്കുകയും മറ്റുള്ളവരുടെ ഉദരം ശോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉദരം കൊണ്ടുള്ള ഉപദ്രവം ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത്. ശിഷ്ടം എന്ന് പറയുന്നത് ജനനേന്ദ്രിയം കൊണ്ടുള്ള ശിക്ഷ, ഇന്നത്തെ പീഡനം. ഇതൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാം പിന്നെ സന്ധ്യാവനം ചെയ്യുന്ന സമയത്ത് ജപിച്ചു കുടിക്കുക എന്നുള്ള ഒരു മന്ത്രമാണ്. അതിൽ നിന്നെടുത്തതാണ് ഈ വാക്കുകൾ. മനസാ വാച കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ട എന്നുള്ളത്. അപ്പൊ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ആദ്യത്തെ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ആൻഡ് പ്രൈം ആൻഡ് പ്രിലിമിനറി പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അഹിംസ, സത്യം. സത്യം പറയുക, സത്യം കണ്ടെത്താൻ ശ്രമിക്കുക, സത്യം പറയുവാൻ പ്രേരിപ്പിക്കുക. ധൈര്യമുള്ളവൻ മാത്രമേ സത്യം പറയുവാൻ കഴിയുള്ളൂ. ധൈര്യം കുറഞ്ഞ വ്യക്തിക്ക് സത്യമല്ല വായെന്ന് വരിക, അസത്യമാണ് വരിക. അപ്പോൾ സത്യം പറയണമെങ്കിൽ ധൈര്യം ഉണ്ടായിരിക്കണം. എന്ത് വന്നാലും അതിനെ നേരിടുക എന്നുള്ള ധൈര്യമുള്ളവന് മാത്രമേ സത്യം പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. അങ്ങനെ അഹിംസ, സത്യം, അസ്തേയം. സ്തേയം എന്ന് പറഞ്ഞാൽ കക്കുക. കക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമര് തുറന്ന് പിന്നെ ജ്വല്ലറി ഷോപ്പ് കയറുന്ന അല്ല കക്കല്. സമ്മതമില്ലാതെ ഒരു വ്യക്തിയുടെയും ഒരു സാധനവും നാം കൈക്കലാക്കാതിരിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൈക്കലാക്കുന്നത് കക്കലാണ്. സമ്മതമില്ലാതെ എടുക്കുന്ന ഏത് പ്രവൃത്തിയും ഒരു വിധം കളവ് തന്നെയാണ്, സ്റ്റീലിംഗ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മോചനം നേടുക, കക്കാതിരിക്കുക. അസ്തേയം. ബ്രഹ്മചര്യം, ബ്രഹ്മത്തിൽ ചരിക്കുക. കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല അതിനർത്ഥം. പരിശുദ്ധമായ ജീവിതചര്യ അനുഷ്ഠിക്കുക എന്ന് മാത്രമേ യോഗയിൽ അതിനർത്ഥമുള്ളൂ. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പാദിച്ചു കൂട്ടണം എന്നുള്ള അത്യാഗ്രഹം, ഗ്രീഡിനെസ്, ഹോർഡിങ് ഓഫ് അസറ്റ്സ് എന്ന് പറയും. അതായത് എത്ര സമ്പാദിച്ചാലും പോരാ എന്നുള്ള അത്യാഗ്രഹി ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ അത്യാഗ്രഹം വരുന്ന സമയത്ത് നമുക്ക് എന്നും നിരാശയായിരിക്കും ഫലം. അപ്പൊ അങ്ങനെയുള്ള ഗ്രീഡിനെസ് ഒഴിവാക്കുക. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതൊക്കെ യൂണിവേഴ്സൽ ലോ എന്ന് പറയും. ഡോൺസ് എന്ന് പറയും. DON *TS. അതായത് ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തത്. വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് യു ഷുഡ് നോട്ട് ഡു ഇൻ യുവർ ലൈഫ്. അതാണ് ഡോൺസ് എന്ന് പറഞ്ഞത്. ഇനി ഡൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ഇപ്പം യമങ്ങളാണ് പറഞ്ഞത്. ഇനി നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. അത് ഡൂസ് എന്ന് പറയും. അതായത് എന്തൊക്കെ ചെയ്യണം. വാട്ട് ആർ ദി തിങ്സ്
that you should practice or do in your life. അതായത് ശൗചം, ശുചിത്വം, ആന്തരിക ശുചിത്വം, ബാഹ്യ ശുചിത്വം. ബാഹ്യ ശുചിത്വം നമ്മൾ സോപ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ബാഹ്യ ശുചിത്വമായി. ആന്തരിക ശുചിത്വം എങ്ങനെ സാധിക്കും? ശുദ്ധമായ ഭക്ഷണം, ഉദര ശുദ്ധി വേണം. അതേപോലെ തന്നെ ശ്വാസഗതി, നമ്മുടെ 2 ശ്വാസകോശങ്ങളിലുമുള്ള അൽവിയോളർ, അവിടെയുള്ള ആ 2 അറകൾ മുഴുവനും നിറഞ്ഞ് ഇരിക്കാൻ തക്കവണ്ണമുള്ള വികാസ സങ്കോചങ്ങളുടെ അവസ്ഥ ഉണ്ടായിരിക്കുക. അങ്ങനെ ആന്തരികമായ ശുദ്ധമായ രക്തം ശരീരത്തിൽ കൂടി പ്രവഹിക്കുക. ഇതൊക്കെയാണ് ആന്തരിക ശുചിത്വം. അതിനാണ് പറഞ്ഞത് ശരിയായ രൂപത്തിലുള്ള ഭക്ഷണം. ഇതിൽ ചിന്തക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചിന്ത നല്ലതല്ലെങ്കിൽ നമ്മുടെ ചില ഗ്ലാൻഡുകൾ, അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തില് ചില ഗ്ലാൻഡുകള് അമിതമായ ചില രസങ്ങൾ ഉത്പാദിപ്പിക്കുകയും അത് നമ്മുടെ വയറിനെ അശുദ്ധി ആക്കി മാറ്റുകയും ചെയ്യും. അത് ചിന്തയെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ നല്ല ചിന്ത ഉണ്ടായിരിക്കാം. ശൗചം, അതിനാണ് നമ്മുടെ ആചമനം എന്ന് പറയുന്നത്. കണ്ണ് ശുചിയാക്കുക, മൂക്ക് ശുചിയാക്കുക, പിന്നെ ചെവി ശുചിയാക്കുക. ഇങ്ങനെ ഉള്ള ശുചിയാക്കിക്കൊണ്ടേയിരിക്കണം. അതന്നെയാണ് ഇപ്പോ കോവിഡ് കാലത്തും കൈ കഴുകണമെന്നും കാല് കഴുകണമെന്നും, നമ്മൾ കാല് കഴുകി ആചമിക്കുക, ഇടക്കിടക്ക് കാല് കഴുകി ആചമിക്കണം എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ ഉറപ്പായി. കാരണം കാല് കഴുകണം, കൈ കഴുകണം, തുടക്കണം ഒക്കെ വേണം. അപ്പോ ശൗചം ശുചിയാക്കുക എന്നാണ്. ശൗചം സന്തോഷം, എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനുള്ള രൂപത്തിൽ പെരുമാറാനും സംസാരിക്കുവാനും പഠിക്കുക എന്നുള്ളതാണ്. അതൊക്കെ യോഗയുടെ ഭാഗം തന്നെയാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക, മറ്റുള്ള പേഴ്സണൽ വിക്ടിമൈസേഷൻ, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കുറ്റങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യുക. ഇതൊക്കെ അവർക്ക് സന്തോഷം പകരാത്ത, അസന്തോഷം ഉണ്ടാക്കുന്ന, അസന്തുഷ്ടി ഉണ്ടാക്കുന്ന പ്രവർത്തന രീതിയാണ്. അതൊക്കെ മാറ്റി നമ്മൾ സംസാരിച്ചാൽ ഇനിയും ഈ വ്യക്തിയോട് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കണം എന്നുള്ള ഒരു തോന്നൽ നിർത്തുകയും വേണം. സംസാരിച്ചു കൊണ്ടേയിരിക്കരുത്. സംസാരത്തിന് ഒരു കലയുണ്ട്. കാരണം മറ്റുള്ളവരെ നമ്മൾ ചാനൽ ചർച്ചകളിലോ കേൾക്കാം, പറഞ്ഞ് നിർത്തുകയില്ല. അപ്പൊ അങ്ങനെ നിർത്താതിരിക്കുന്നത്, മറ്റു കേൾവിക്കാരനും സംസാരിക്കുവാനുള്ള സന്ദർഭം നമ്മൾ കൊടുക്കുക. 2 ചെവിയും ഒരു വായയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കേൾക്കുന്നതിന്റെ പകുതി മാത്രമേ പറയാവൂ. അപ്പൊ ഒരു വായ കൊണ്ട് പറയുക, 2 ചെവി കൊണ്ട് കേൾക്കുക. ഈ സംസാരിക്കുവാനുള്ള ആ ഒരു കല നമ്മൾ അഭ്യസിക്കുക. അത് യോഗയിൽ കൂടെ തനിയെ ഉണ്ടാകും. യോഗ സ്ഥിരമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് തനിയെ നമ്മുടെ ബുദ്ധിയിൽ വരുന്നതാണ്. അതാണ് ശൗചം, സന്തോഷം. പിന്നെ തപസ്, കഠിന തപം ചെയ്യുക, കഠിന പ്രയത്നം ചെയ്യുവാനുള്ള മനസ്സുണ്ടാവുക. ഏത് കാര്യവും വളരെ ഈസിയായി കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് നേടണം എന്നുള്ള തീക്ഷണമായ അത്യാഗ്രഹം ഇല്ലാതിരിക്കുക. ഒരു ലക്ഷ്യബോധത്തോടു കൂടി. ശങ്കരേട്ടാ, ഒരു ശകലം ബാക്കോട്ട് ഇരിക്കാവോ? മതിയാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പഴാ മുഖം കാണുന്നുള്ളൂ. അതാ, തുടർന്നോളൂ. ഓ പറഞ്ഞോളൂ. ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി കഠിന പ്രയത്നം ചെയ്ത് കാര്യങ്ങൾ നേടുവാനുള്ള മാനസികവും ശാരീരികവുമായ കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, സ്വയം അധ്യയനം, എന്നും പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രായ വ്യത്യാസമില്ല. ടിൽ ദ എൻഡ് ഓഫ് ലൈഫ്, ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത് ഓഫ് അവർ ലൈഫ്, അവസാന ശ്വാസം വരെ. അതിന് റിച്ചാർഡ് ലിവിങ്സ്റ്റൺ പറയുകയുണ്ടായി, when you cease reading, it is high time to go from this earth. അതായത് എപ്പോഴാണോ നിങ്ങൾ പഠിത്തം നിർത്തുന്നത്,
ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഗോ ഫ്രം ദിസ് എർത്ത്. ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് സ്ഥലം വിടാനുള്ള സമയം വൈകി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ടിൽ ദി ലാസ്റ്റ് ബ്രത്ത്, അവസാന ശ്വാസം വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക. അതായിരിക്കണം നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം, ജീവിത രീതിയും അതായിരിക്കണം. അപ്പോ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, സ്വയം അധ്യയനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈശ്വര പ്രണിധാനം. ഈശ്വരൻ, നമുക്കതീതമായ ഒരു ശക്തിയുണ്ട്, അതാണ് ഈശ്വരൻ, ഒരു സുപ്രീം അതോറിറ്റി. അപ്പൊ നമ്മൾക്ക് എല്ലാ ശക്തികളും ഉണ്ടാവും. നമ്മൾ ആ അതോറിറ്റിയുടെ ചട്ടുക മാത്രമാണ് നമ്മൾ എന്നാണ് നാം വിശ്വസിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ശങ്കരാചാര്യ പറയുണ്ടായി. അതിന്റെ മറ്റൊരു രൂപമാണ് കാർൽ മാർക്സ് പറഞ്ഞത്. God has not created man, but man has created God. Those who are weak in mind, they will have to submit before a supreme authority. That supreme authority is called God. അതായത് God has not created man. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല, ദൈവമല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. But man has created God. നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്താണ് ദൈവിക ശക്തി അവിടെ ഉണ്ടാക്കുന്നത്. Those who are weak in mind, അതായത് നമ്മളിപ്പോ മാനസികമായി ശക്തിയില്ലെങ്കിൽ, they will have to submit before a supreme authority. നമ്മളിൽ അതീതമായ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ശക്തിയുടെ മുമ്പിൽ നാം തല കുമ്പിടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. That supreme authority is called God. ആ സുപ്രീം അതോറിറ്റി, ആ നമുക്ക് അതീതമായ ബിയോണ്ട് മാൻ പവർ ആയ ആ ശക്തിയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈശ്വരൻ ഉണ്ട് എന്നുള്ള ധാരണയിൽ തെറ്റുകൾ ചെയ്യാതെ ശുദ്ധമായ ജീവിതം നയിക്കുക എന്നാണ് ഈശ്വര പ്രണിധാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് ശങ്കരാചാര്യ പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ. നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തെ പുറത്തെടുത്ത് അത് അനുഭവിക്കുവാനുള്ള ശക്തി എങ്ങനെ നേടിയെടുക്കാം, അതാണ് യോഗയിൽ കൂടി നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. വെറും കാൽ പൊക്കലും കൈ പൊക്കലും കുനിഞ്ഞിരിക്കലും തല കീഴോട്ടാക്കി കാല് മേൽപോട്ടാക്കി ശീർഷാസനം ചെയ്യുന്നതും അല്ല യോഗ. അത് യോഗയുടെ ഇറ്റ് ഈസ് ഓൺലി വൺ എമംഗ് 8 limbs of യോഗ. 8 ഹൃദയത്തിലെ അഷ്ടാംഗ യോഗത്തിലെ 8 അംഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ശാരീരികമായ വ്യായാമത്തിന് വേണ്ടി ചെയ്യുന്ന യോഗാസനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ യമനിയമങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇത് യൂണിവേഴ്സൽ ലോ, അതായത് സാർവത്രികമായി എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട നിയമമാണ് ഇത്. ഇനി ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, അതായത് നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് 5 എണ്ണമാണ് ഈ നിയമങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശൗചം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. അപ്പൊ ഈ 5 യമ നിയമങ്ങൾ, ഡോൺസ് ആൻഡ് ഡൂസ് എന്ന് പറയും. ഇൻഡിവിജ്വൽ ലോ, യൂണിവേഴ്സൽ ലോ. ഇതാണ് യോഗയുടെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത് വ്യക്തിത്വ വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഹൗ ടു ബിഹേവ് ഇൻ ദി സൊസൈറ്റി ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി, ഹൗ ടു സ്പീക്ക്, ഹൗ ടു ബിഹേവ്, ഹൗ ടു കോൺവേഴ്സ് വിത്ത് ഈച്ച് അതർ, ഹൗ ടു ഈറ്റ്, വാട്ട് ഈസ് ടു ബി ഈറ്റൺ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ യോഗയിൽ കൂടെ യോഗ ചെയ്യുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യോഗയുടെ പ്രത്യേകത. ഇനി അടുത്ത് വന്ന് 3ാമത്തെ അംഗമായ ആസനങ്ങൾ. യോഗാസനം. സ്ഥിരം സുഖം ആസനം. സ്ഥിരമായും സുഖമായും ഇരിക്കുവാനും കിടക്കുവാനും ശരീരം ചലിപ്പിക്കുവാനും സാധിക്കുന്ന അവസ്ഥയാണ് യോഗാസനം എന്ന് പറയുന്നത്. അതാണ് യോഗാസനങ്ങൾ. അതിൽ ഒരുപാട് ആസനങ്ങളുണ്ട്. ഇന്നിപ്പോ യോഗ എന്ന് പറഞ്ഞാൽ യോഗാസനം മാത്രമാണ്. 5 ദിവസം യോഗ ചെയ്ത് രോഗം മാറിയിട്ടില്ലെങ്കിൽ വാങ്ങിയ ഫീസ് തിരിച്ചു നൽകുന്നതാണെന്നുള്ള പരസ്യമൊക്കെ കാണും. അതൊന്നും സാധ്യമല്ല. മനസ്സിനാണ് എപ്പോഴും യോഗ നമ്മളെ സ്വാധീനിക്കുന്ന മനസ്സിനെയാണ്.
യോഗാസനങ്ങൾ ശാരീരികമായ ശ്വസന നിയന്ത്രണത്തോടു കൂടി ചെയ്യുന്ന ശാരീരിക വ്യായാമത്തെയാണ് യോഗാസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മേരുദണ്ഡാസനം, അർദ്ധമേരുദണ്ഡാസനം, പവനമുക്താസനം, അർദ്ധപവനമുക്താസനം, ഇങ്ങനെയുള്ള പല പല ആസനങ്ങളുണ്ട്. ശ്വസനക്രിയ. അത് കഴിഞ്ഞ 4ാമത്തെ അംഗമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണനെ ആയാമം ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. കൺട്രോൾഡ് ബ്രീതിങ് എന്നാണ് പറയുക. കാരണം നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രാണന്റെ സഞ്ചാരത്തിൽ വ്യത്യാസം വരും. ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ശ്വാസം കഴിക്കുന്നതായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേസമയത്ത് സമാധാനത്തോടുകൂടി ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പോയി തൊഴുതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് വളരെ മെല്ലെ ശ്വാസം കഴിക്കേണ്ടത്. ധൃതി പിടിച്ച സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം കഴിച്ചു. അപ്പൊ നമ്മൾ പൾസ് റേറ്റ് ഒക്കെ 72-ൽ നിന്ന് എവിടെ എത്തും? അപ്പൊ അതില്ലാതെ ശ്വാസത്തെ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് ശ്വാസത്തിന്റെ നിയന്ത്രണം, ശ്വാസത്തിന്റെ ഗതിവിഗതികൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ ശ്വാസത്തെ നമ്മൾ ഇന്റൻഷനലി കരുതിക്കൂട്ടി നിയന്ത്രിച്ചാൽ നമ്മുടെ സ്വഭാവ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാണായാമം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പൊ മെല്ലെ ശ്വാസം കഴിക്കുകയും, പ്രാണായാമം പലതരത്തിലുണ്ട്. കപാലഭാതി പ്രാണായാമം, അതേപോലെ തന്നെ ഭസ്ത്രിക പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, അനുലോമ വിലോമ പ്രാണായാമം, അതേപോലെ 1-2 പേര് കിട്ടുന്നില്ല, കിട്ടുമ്പോ ഓർമ്മ വരുമ്പോ പറയാം. ഇങ്ങനെ ഈ പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ, ഇത് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ്. അത് നമ്മളിപ്പം പൈസ ധാരാളം കിട്ടി, പക്ഷെ ഇത് ചെലവഴിക്കാൻ പഠിച്ചില്ലെങ്കിൽ എത്ര ലക്ഷം നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മുടെ ശ്വാസം എത്ര ഓക്സിജൻ കിട്ടിയിട്ടും കാര്യമില്ല, അതിനെ നിയന്ത്രിച്ച് വേണ്ടതുപോലെ ഉപയോഗിച്ചാലേ നമ്മൾക്ക് ശരീരത്തിന്, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിയണം. അതാണ് നമ്മൾ പല സ്ഥലത്തും ചില ആശ്രമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്വാസത്തെ നിയന്ത്രിക്കൂ, ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് കേൾക്കാം. അതായത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിലായിരിക്കണം. ആസ്വദിച്ചുകൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, ആസ്വദിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വിടുക. അപ്പൊ ഇത് ശരീരം മുഴുവൻ വ്യാപിക്കണം ഓക്സിജൻ. അല്ലെങ്കിൽ അനോക്സിയ, ഓക്സിജന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഫീൽ ചെയ്യും. അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തെ അംഗമായി. ഇനി 5ാമത്തെ ധാരണ, കൺട്രോളിംഗ് ഓഫ് സെൻസസ്. ആ 5 ഇന്ദ്രിയങ്ങളെ, കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, സ്പർശിക്കുക, ഈ 5 പഞ്ചേന്ദ്രിയങ്ങളെ നാം സ്വയം അറിയുക. അതാണ്. സാറിനെ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. അതാരാണ് പറഞ്ഞത്? ഗിരിജ ഫ്രം കാലിക്കറ്റ്. ഗിരിജ. അപ്പോ ഈ പ്രാണായാമം കഴിഞ്ഞ ധാരണ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മളിലേക്ക്, ഉള്ളിലേക്ക് വലിച്ച് അതിനെ ശ്രദ്ധിക്കുക എന്നുള്ള അവസ്ഥയാണ് പിന്നെ ഈ ധാരണ എന്ന് പറയുന്നത്. 5ാമത്തെ അംഗമാണ്. ഇനി 6ാമത്തെ അംഗം ഷഡാംഗം, അതായത് ധ്യാനം എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാവരും, പലരും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, മാഷ് യോഗ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. അവിടെ ധ്യാനം പഠിപ്പിക്കുമോ എന്ന് ഉടനെ ചോദിക്കും. ധ്യാനം പഠിപ്പിക്കേണ്ടതല്ല. ധ്യാനത്തിൽ നാം സ്വയമേവ എത്തിച്ചേരേണ്ടതാണ് ധ്യാനത്തിലേക്ക്. ഇത് എല്ലാവരും ഒരേപോലെ ധ്യാനിക്കണം എന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ ഒരു ടെക്നിക്കൽ ധ്യാനം മാത്രം. എങ്ങനെ ധ്യാനിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ധ്യാനം. അതേ സമയത്ത് ധ്യാനത്തിൽ നാം ചെന്നെത്തും. ഈ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ, 6 കാര്യങ്ങളും അതിജീവിച്ചു കഴിഞ്ഞാൽ ധ്യാനത്തിൽ നാം സ്വയം എത്തിച്ചേരേണ്ടതാണ്, എത്തിച്ചേരുന്നതാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഏകാഗ്രമായ ഒരു ചുമരുടെ ഒരു കറുത്ത പാടുണ്ടാക്കി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതൊന്നല്ല ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കത്
വിശദീകരിക്കാൻ സാധ്യമല്ല. അവനവൻ സ്വയം കണ്ടെത്തി അതിൽ ആനന്ദം എക്സ്റ്റസി, ആനന്ദമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ധ്യാനം. ആ ധ്യാനം കഴിഞ്ഞാലാണ് സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തുന്നത്. സമമായ ബുദ്ധി, സമമായ ബുദ്ധി, അധികം പൊട്ടിച്ചിരിക്കാതിരിക്കാനും കരയാതിരിക്കാനും കഴിയാവുന്ന ഒരു ബുദ്ധി ഉണ്ടാവുക. എപ്പോഴാണ് പൊട്ടിച്ചിരിക്കുക? സന്തോഷം വരുന്ന സമയത്ത്. സങ്കടം വരുമ്പോഴാണ് കരയുക. അപ്പൊ ഈ സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞാൽ അധികം സന്തോഷിക്കുകയും വേണ്ട, അധികം ദുഃഖിക്കുകയും വേണ്ട. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണെന്ന് കരുതി സമാധാനിക്കുവാനുള്ള മനസ്സിന്റെ ഉടമകളായി മാറും ആര്? യോഗ ചെയ്യുന്ന വ്യക്തികൾ, യോഗ അനുഷ്ഠിക്കുന്ന വ്യക്തികൾ. ചിലർ യോഗ കളിക്കുക എന്നൊക്കെ പറയും. യോഗ കളിക്കുക, യോഗ ചെയ്യാറൊന്നല്ല. യോഗ ചെയ്യുക എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങൾ ചെയ്യുക എന്നാണ്. യോഗ അനുഷ്ഠിക്കുക, അതായത് യോഗ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക എന്നാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് യോഗ എന്ന് പറയുന്നത്. അത് ഒരു മാസത്തെ യോഗ, ഞാൻ യോഗ പഠിച്ചു കഴിഞ്ഞു ഗുളിക കഴിക്കും പോലെയാണ്. ഇനി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇനി ക്യാപ്സ്യൂൾ യോഗ, 5 ദിവസം കൊണ്ട് യോഗ പഠിപ്പിച്ചു കൊടുക്കുക, അതിന് ഇത്ര ഫീസ്, അങ്ങനെയും ചിലവ് പതിവുണ്ട്. അപ്പൊ അതൊന്നും അല്ല. ഇത് സ്ഥിരമായി ആചരിച്ച് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഭാഗമാക്കി മാറ്റുക. അതാണ് യോഗയുടെ പ്രത്യേകത. അതിനു വേണ്ടിയാണ് ഇന്ന് രാവിലെയും TV-യിൽ കാണാൻ കഴിഞ്ഞു, യോഗ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളരെയധികം സ്വാധീനിക്കുന്നു, രോഗങ്ങളെ അകറ്റുന്നു. എങ്ങനെയാണ് രോഗങ്ങളെ അകറ്റുന്നത്? രോഗം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളെ അകറ്റുവാൻ സാധിക്കും. എന്നാൽ എല്ലാ രോഗങ്ങളെയും അകറ്റുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. മരുന്ന് വേണ്ട സ്ഥലത്ത് മരുന്ന് വേണം, മോഡേൺ മെഡിസിൻ വേണ്ട സ്ഥലത്ത് മോഡേൺ മെഡിസിൻ വേണം, സർജറി ചെയ്യേണ്ട സ്ഥലത്ത് സർജറി തന്നെ ചെയ്യണം. ഹോമിയോ മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നത് ഹോമിയോ മരുന്ന് കൊണ്ട് മാറ്റാം, ആയുർവേദം കൊണ്ട് ചികിത്സിക്കേണ്ടത് ആയുർവേദം കൊണ്ട് ചികിത്സിക്കാം, ഒക്കെ ചെയ്യണം. ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒന്നും തള്ളേണ്ടതല്ല. അങ്ങനെ തള്ളും എന്ന് പറയുന്നത് ഭോഷ്കത്തരമാണ്. ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും പരിചയസമ്പന്നനായ ആയുർവേദ വൈദ്യൻ മോഹൻ വൈദ്യര് മരിച്ചു കിടക്കുന്നത് കണ്ടു വാർത്ത. സത്യത്തിൽ എന്താണ്? കോവിഡ് വന്നാണ് മരിച്ചത്. കോവിഡ് വന്ന് യാതൊരു മോഡേൺ മെഡിസിൻ എനിക്ക് എടുക്കരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുതെന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ ശ്വാസം മുട്ടി തളർന്ന വീട് മരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പിടിവാശിയൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത്. രോഗം മലം ശരീരസ്ഥിത വൈദ്യകേന, ശരീരമലിന്യങ്ങളെ വൈദ്യം കൊണ്ട് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. ചില മരുന്നുകൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും, ഭക്ഷണശീലം മാറ്റേണ്ടതായിട്ട് വരും. അതിനൊക്കെയാണ് നമ്മൾ മുമ്പൊക്കെ ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി ഇങ്ങനെയുള്ള ഓരോ വ്രതങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. വൗസ് എന്ന് പറയും. ഏകാദശി എന്ന് പറഞ്ഞാൽ 10, ഏകം 1, 10 ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപവാസം എടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ദ്വാദശി 10 പ്ലസ് എന്ന് വെച്ചാൽ 2, ദ്വയം. അപ്പൊ രണ്ടാമത്തെ ദിവസം 2 മണി അരി തീർത്ഥവും തുളസി തീർത്ഥവും കഴിക്കുക. ത്രയോദശി അങ്ങനെ ഒരു നേരം വല്ല പഴങ്ങളോ മറ്റും കഴിക്കുക. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞ് ചതുർദശി, പഞ്ചദശി ഒക്കെ ആവുന്ന സമയത്ത് വീണ്ടും 2 നേരം കഴിച്ചു തുടങ്ങുക. അങ്ങനെ മാസത്തിൽ 2 ഏകാദശി വരുന്ന സമയത്ത് നമ്മൾ വയറ് ശരീരം ഒന്ന് ശുദ്ധാവും. ഇതിനു വേണ്ടിയാണ് ഈ വ്രതങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം വാവ് തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക, ശ്രാദ്ധത്തിൽ തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക, ഒരിക്കലാക്കുക എന്ന് പറയും. എന്തിനാണ് ഈ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത്? ഒരു നേരം ഊണ് കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ പലഹാരം കഴിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അപ്പൊ അത് ഭക്ഷണത്തിന്റെ ആ ഒരിക്കലിന്റെ ഗുണം കിട്ടില്ല. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക, മറ്റുള്ള സമയങ്ങളിലൊക്കെ ഉപവാസം അനുഷ്ഠിക്കുക. അതാണ് ഈ ഒരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാവിലെ ഒരു 12 മണിക്ക് ഊണ് കഴിച്ചാൽ ഒരു 6 മണിക്കൂർ കൊണ്ട് അത് നമ്മളെ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് ഇറങ്ങും. അവിടെ 6 മണിക്കൂർ അതിലുള്ള പോഷകാംശങ്ങളൊക്കെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ വലിച്ചെടുത്ത് അതിന്റെ
ബാക്കി വരുന്ന അവശിഷ്ടങ്ങളൊക്കെ ഒരു 12 മണിക്കൂറിന് ശേഷം വൻകുടലിലേക്ക് തള്ളുകയും അവിടുന്ന് അസെൻഡിങ് ഡിസെൻഡിങ് കൊറോൺസ് വഴി സഞ്ചരിച്ച് ഒരു 18 മണിക്കൂർ കഴിഞ്ഞാൽ മലശോധന വഴി ശരീരം ശുദ്ധമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് 12 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ നാളെ രാവിലെ ശ്രാദ്ധം കൂട്ടുന്ന അല്ലെ ബലികർമ്മം ചെയ്യുന്ന ഒരാൾക്ക് രാവിലെ ഉദരശുദ്ധി ശരിയായ വിധം സുഖശോധന ഉണ്ടാവുകയും ഉദരശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഉദരശുദ്ധിയോടുകൂടെ ശാരീരികമായ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കർമ്മം ചെയ്യുവാൻ സാധിക്കും. അതിനാണ് നമ്മൾ തലേ ദിവസം ഒരിക്കലാക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ പ്രാക്ടീസ് അതല്ല സത്യത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഇങ്ങനെ വിശേഷ വിധിയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ശ്രാദ്ധമൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒത്തുചേരും. അന്ന് പല പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഊണൊരു നേരം ബാക്കിയുള്ള പലഹാരങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ 2, 3, 4 പ്രാവശ്യം കഴിച്ച് വയറൊക്കെ അശുദ്ധമാക്കി ഉദരശുദ്ധിയാക്കി കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോ ഈ വ്രതങ്ങളൊക്കെ വെച്ചതും നമ്മുടെ ശരീരത്തിന്റെ ആ ഫിസിക്കൽ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം 80% ക്ഷാരാംശം അടങ്ങിയതും 20% രസം അടങ്ങിയതും, അതായത് ക്ഷാരാംശവും അമ്ലാംശം ഉള്ളത് 80:20. 80% ക്ഷാരാംശവും 20% അമ്ലാംശവും ചേർന്ന ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ശ്രാദ്ധത്തിനൊക്കെ മിക്കവാറും അങ്ങനെ ഉണ്ടാവുക. അതാണ് നമ്മൾ ഈ ചുരുങ്ങിയ അളവിൽ അമ്ലാംശം കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇടത് ഭാഗത്തെ ഇലയുടെ മൂലയിലാണ് വിളമ്പുക. നല്ല പുളിയുള്ളത് എരിവുള്ളത് ഒക്കെ ഒരു മൂലയിൽ അത് തൊട്ട് നാക്കിന്റെ മേലെ വെക്കാനേ കഴിയുള്ളൂ. അത്രേ പാടുള്ളൂ എന്നാണ്. കുറച്ചധികം കൂട്ടേണ്ട നാളികേരൊക്കെ ചേർത്ത കൂടുതൽ നല്ല കറികളൊക്കെ, കാളൻ, എരിശ്ശേരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നാളികേരം ചേർക്കുന്നതും അത് ക്ഷാരാംശം കൂടുതലുള്ള ഭക്ഷണങ്ങളുമായതുകൊണ്ട് അത് കൂടുതൽ കഴിക്കാൻ നമ്മൾ വലത് കൈകൊണ്ട് പെട്ടെന്ന് കിട്ടാവുന്ന രൂപത്തിൽ വിളമ്പുകയും ചെയ്യും, അത് നമ്മൾ കഴിക്കുകയും ചെയ്യും. അതാണ് ഭക്ഷണത്തിന്റെ ഒരു റേഷ്യോ. ഇതൊക്കെ തെറ്റുന്ന സമയത്താണ് നാം രോഗികളായി മാറുന്നത്. എന്നാൽ ഇതൊക്കെ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരാൾക്ക് രോഗം ഒന്നും വരില്ലേ എന്ന് ചോദിച്ചാൽ വരും, വന്നുകൂടായികയില്ല. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള പൊല്യൂഷൻ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളല്ല അറിയാതെ വരുന്ന പൊല്യൂഷൻ, പിന്നെ അന്തരീക്ഷത്തിലുള്ള മറ്റുള്ള പൊല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും. അതിന്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകേണ്ടതായിട്ട് വരും. ഇപ്പൊ പറയുന്ന മാതിരി സോഷ്യൽ ഡിസ്റ്റൻസിങ് സത്യത്തിൽ മുമ്പേ ഉള്ളതാണ്. നമ്മൾ ആരെയും തൊട്ടാൽ കുളിക്കണം, തൊടരുത്, ദൂരം നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴത് ശരിയായി, സോഷ്യൽ ഡിസ്റ്റൻസ്, ആരും തൊടരുത്. അതൊക്കെ ശുചിത്വത്തിന്റെ മറ്റൊരു വശമാണ്. അപ്പൊ യോഗയിൽ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾ, യോഗ ഈസ് ദ ലൈഫ് ആസ് എ ഹോൾ എന്നാണ്. നമ്മളെ ജീവിതം മുഴുവനായും ബാധിക്കുന്ന ഒരു കാര്യമാണ് യോഗയിൽ കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എന്ന് ഈ തരുണത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ യോഗാസനങ്ങൾ മാത്രമല്ല, നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം. നമ്മളിപ്പോ സാധാരണ നല്ല കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കി ആ പാത്രം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക? അത് അലിഞ്ഞു പോകും. അതേസമയത്ത് ആ പാത്രം ചൂളയ്ക്ക് വെച്ച് നല്ലവണ്ണം പാകപ്പെടുത്തി എടുത്താൽ ഇതേ വെള്ളം തന്നെ ആ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. എന്താ കാരണം? അതിനെ പാകപ്പെടുത്തി എടുക്കുന്നതിനുള്ള പ്രത്യേകതയാണ്. അതേപോലെ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് യോഗാസനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു വ്യക്തിയായി മാറുക, പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാണായാമം കൊണ്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വായുവിനെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് എല്ലാ അവയവങ്ങളിലേക്കും ആവശ്യാനുസരണം ഓക്സിജൻ ചേർന്ന് ശുദ്ധരക്തത്തെ എത്തിക്കുക എന്നുള്ളതാണ്. ധാരണ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ, അതായത് കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, മണക്കുക.
ഗന്ധം അറിയുക. ഈ 5 ഇന്ദ്രിയങ്ങളെ നാം സ്വയം അറിയുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. ധ്യാനം, ഏകാഗ്രമായിരിക്കാൻ പഠിക്കുക. സമാധി, സമമായ ബുദ്ധിയിൽ ജീവിക്കാൻ പഠിക്കുക. അല്ല, സമാധി ഇരുത്തലല്ല, അത് മരിച്ചതിന് ശേഷം സമാധി ഇരുത്തുന്ന പോലല്ല, സമമായ ബുദ്ധി എന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഗായത്രി മന്ത്രത്തെ ജപിക്കുന്നത്. ആ ബുദ്ധിയുടെ ധിയോയോനം പ്രചോദിപ്പിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു പ്രശ്നം വെക്കുകയാണ്. അതിലും ആ ആദിത്യനെ നമ്മള് പ്രകൃതിയെ ആണ് ആരാധിക്കുന്നത്. മൂർത്തിത്വേ പരികൽപ്പിത ശശവൃതോ ഭക്മാ പുനർജന്മന ആത്മവിതാം പ്രതിഷ്ഠേതാം ഭക്താമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുസ്ഥാന ഏകദാശ്രുതൗ ആജന്യ സതത തൈരേക കിരണ ത്രൈലോക്യ ദീപോ രവി. ഈ 3 ലോകങ്ങളുടെയും നാഥനും 3 ലോകങ്ങൾക്കും ദീപ്തി, പ്രകാശം പരത്തുന്നതുമായ നൽകുന്നതുമായ ആ രവിയെ, സൂര്യനെ ഞാൻ നമിക്കുന്നു എന്നാണ് കൃഷ്ണൻ വെക്കുമ്പോൾ, കവടി വാരി വെക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം. അനേക കിരണങ്ങളോടുകൂടി ആ സൂര്യദേവനെ ഞാൻ സ്മരിക്കുന്നു, ഞാൻ വന്ദിക്കുന്നു. അതേപോലെ നമ്മുടെ ബുദ്ധിയെയും ഉണർത്തട്ടെ എന്നാണ് അവരും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രാർത്ഥനയും വായുദേവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിന്നെ ആകാശത്തെ പ്രാർത്ഥിക്കുന്നു, ഭൂമിയെ പ്രാർത്ഥിക്കുന്നു, ജലത്തെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെയും നാം പ്രാർത്ഥിക്കുന്നു. അപ്പോ പ്രകൃതിയെ ആരാധിക്കുക. അപ്പൊ അതിലൊക്കെ ഈ നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമി തൊട്ട് നെഞ്ചത്ത് നെറുകയിലും വെക്കും. എന്താ നെഞ്ചത്ത് വെക്കുന്നത് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഇത് യോഗ ചെയ്യുവാനുള്ള എനർജി, അതായത് ആ ശക്തി ഞാൻ സ്വീകരിക്കുന്നു എന്നും ആ സ്വീകരിച്ച ശക്തിയെ സകല വിചാരങ്ങളുടെയും കേന്ദ്രമാകുന്ന ഷഡാധാര ചക്രത്തിലെ പ്രധാനപ്പെട്ട ചക്രമാകുന്ന അനാഹത ചക്രത്തിൽ നമ്മൾ സ്പർശിച്ച് ആ കാര്യം അറിയിച്ച് അത് ബുദ്ധി കേന്ദ്രമാകുന്ന സഹസ്രാര പത്മത്തിലും തൊട്ടറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഭൂമി തൊട്ട് നെഞ്ചത്ത് നെറുകയിലും വെക്കുന്നത്. ആ ശാന്തി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാലാണ് ശാന്തി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, വളരെ നിർത്തിയാണ് ശാന്തി പറഞ്ഞത്. നമ്മൾ സാധാരണ ചൊല്ലി കേൾക്കുന്നത് ഓം ശാന്തി 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 എന്ന് ചൊല്ലി കേൾക്കാം. അതേപോലെ തന്നെ അസതോമാ സദ്ഗമയ എന്ന് പറയും. അതായത് തൊമ്മനെ നന്നായി നയിച്ചാലെന്ന് അർത്ഥം വരും. ഓരോ മന്ത്രങ്ങളും ചൊല്ലുന്ന സമയത്ത് ആ ചൊല്ലുന്ന രീതിക്കനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. ഇത് സംസ്കൃതം എനിക്ക് വലിയൊരു പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അത്രയൊക്കെ തന്നെ പറയാൻ കഴിയുള്ളൂ. എങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുക. അസതോ മാ സദ്ഗമയ, അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിച്ചാലും. തമസോ മാ ജ്യോതിർഗമയ, തമസിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് എന്നെ ജ്യോതിസിലേക്ക് നയിച്ചാലും. മൃത്യോർമ്മ അമൃതംഗമയ, മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും. മരിക്കാതിരിക്കണം എന്ന് പറയാൻ പറ്റുമോ? ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം നിർബന്ധമാണ്. അപ്പോ മരിക്കാതിരിക്കുകയല്ല, നമ്മുടെ നല്ല നല്ല പ്രവർത്തികൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ നാം ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ട് ഗാന്ധിയുടെ ചിത്രം. അത് 500 രൂപയുടെ രൂപ നോട്ട് കാണുന്നില്ല. മഹാത്മാഗാന്ധി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലപ്പോ ഗാന്ധി ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ കാരണം? നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ട്. അതേപോലെ നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിതത്തിൽ നല്ലത് കാണിച്ചു കൊടുക്കുന്ന നല്ല വ്യക്തിയായി എല്ലാവരുടെ മനസ്സിലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയായി തീരട്ടെ എന്നാണ് മൃത്യോർമ്മ അമൃതംഗമയ. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു, സമസ്ത ലോകാഹ സുഖിനോ ഭവന്തു, സമസ്ത ലോകർക്കും സുഖം ഭവിക്കുമാറാകട്ടെ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചത്. അല്ലാതെ എനിക്കും എന്റെ ഭാര്യയ്ക്കും തട്ടാൻ മാത്രം സുഖം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് സുഖം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും ഇടയിലുള്ള ഒരു ജീവി മാത്രമാണ് ഞാനും എന്നുള്ള ആ ഒരു വളരെ ബൃഹത്തായ വിപുലമായ കാഴ്ചപ്പാടുള്ള ഒരു ശാന്തി മന്ത്രമാണ് നമ്മൾ ആദ്യം ചൊല്ലിയത്. പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. കേൾക്കാം. അപ്പൊ യോഗയെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഒരു ചെറിയ രൂപത്തിൽ എന്റെ അറിവിനകത്ത് നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നത് എന്ന് പറയട്ടെ. പിന്നെ ഇത് അഭ്യസിപ്പിക്കുന്ന കാര്യം ഏകദേശം ഒരു 57 കൊല്ലമായി യോഗ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ യോഗക്ഷേമ സഭയ്ക്ക് വേണ്ടി തന്നെ 2002 ഒന്നിലോ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി അന്നത്തെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി. അതിനുശേഷം ഇന്നാണ് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായത്. അതിനുള്ള ഒരു സന്ദർഭം എനിക്ക് തന്ന ഞാൻ അടങ്ങുന്ന കമ്മിറ്റിയോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാനും അതിൽ പെട്ടു. എങ്കിലും ഇത് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നതാണെങ്കിലും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അത് പ്രതിഫലിക്കും. അതാണ് നമ്മൾ പരസ്യം കാണുന്നത് മാതിരിയാണ്. പല കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ്. ഓങ്കാരം ചൊല്ലുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യോഗക്ഷേമ സഭാംഗങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓങ്കാരം. പക്ഷെ അത് എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ്. ഈ ദീർഘമായി ചൊല്ലുമ്പോൾ മാത്രമേ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ് സത്യം. ഇങ്ങനെ ജപിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. രാവിലെ 108 ആയിട്ട് ഇങ്ങനെ ജപിച്ച് വൈകുന്നേരം 108 ആവുമ്പോൾ വൈകുന്നേരമായി പോകും 108 ജപിക്കുമ്പോഴേ. അപ്പോ ഇതിലൊക്കെ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഭക്ഷണ രൂപത്തിൽ ആസ് ഫാർ ആസ് പോസിബിൾ എന്നുള്ള ആ പ്രൊവിഷൻ എടുത്തുകൊണ്ട് ഭക്ഷണശീലത്തിൽ നമ്മൾ കഴിയുന്ന മാറ്റം വരുത്തുക. അതായത് നമ്മൾ കൂടുതൽ ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രസഗുണമുള്ള കൂടുതൽ അമ്ലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിവതും കുറയ്ക്കുക. കഴിവതും ഞാൻ പറഞ്ഞോളൂ. കാരണം സാമ്പാർ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല. എന്നെ പോലെ ചില വെട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സാമ്പാർ പൊതുവെ അമ്ലാംശം വളരെ കൂടുതലുള്ളതാണ്. അത് വയറിലെത്തിക്കഴിഞ്ഞാൽ ദോഷമല്ലാതെ ഗുണം വലുതായി ചെയ്യില്ല എന്നാണ് എന്റെ അഭിപ്രായം. അനുഭവം അതാണ്. അതേപോലെ തന്നെ പച്ചക്കറികളും ധാരാളം കഴിക്കുക. ചോറ് കുറച്ച് കഴിക്കുക. വയറ് അധികം നിറയാതിരിക്കുക. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം എന്നാ. കാരണം ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കഴിക്കരുത്. അത് മുമ്പൊക്കെ നമ്മുടെ തമാശ രൂപത്തിൽ പറയാണ്. കാലുകഴിച്ച കൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല ശ്രാദ്ധത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് കുടുക്കിയിൽ കുടിക്കുന്ന സമയത്ത് ഇടത് കൈ ഇലയിൽ കുത്തും. ഞാൻ തമാശയൊക്കെ പറയും അത് വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ചവയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ആദ്യത്തെ ദഹനരസമായ സലൈവ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് ചവ നടക്കാതെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ ദഹനരസം തന്നെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇത് ആ വെള്ളത്തിന്റെ കൂടെ ഈ ഗ്രൈൻഡിങ് ചെയ്യാതെ അരയാതെ അത് നമ്മുടെ ആമാശയത്തിലേക്ക് ചെന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ പുളിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പുളിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ പുളിച്ച് തികട്ടുക, നെഞ്ചരിച്ചൽ വരിക, ഗ്യാസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്നതും ചവയ്ക്കാതെ ഭക്ഷണം കഴിക്കുന്നതും ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതും. ദേഷ്യം പിടിച്ചാൽ ഭക്ഷണം കഴിക്കരുത്. ദേഷ്യം പോയിട്ടൊക്കെ കഴിച്ചാൽ മതി. എന്താ കാരണം? ദേഷ്യം പിടിച്ചാൽ നമ്മുടെ ഈ എൻഡോക്രൈൻ അന്തസ്രാവ ഗ്രന്ഥികളിൽ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. നമ്മുടെ കിഡ്നി 2 വൃക്കകളുടെ തൊട്ട് മേലെ 2 ചെറിയ പരിപ്പിന്റെ വലിപ്പമുള്ള 2 ഗ്രന്ഥികളിൽ അതിവൃക്കകൾ എന്ന് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ വളരെ വിഷമയമായ ഒരു രാസപദാർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഡ്രിനൽ ഗ്രന്ഥി. അപ്പൊ ഈ അഡ്രിനാലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും എന്ത് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചാൽ. അപ്പൊ ഈ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ നമ്മുടെ ഭക്ഷണത്തിൽ ഈ രക്തത്തിൽ കലരുകയും ആ അശുദ്ധ രക്തം ശരീരം മുഴുവൻ വ്യാപിക്കുകയും നമ്മുടെ ഈ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വയറിൽ ദഹനക്കേടുണ്ടാകും. അപ്പൊ ദേഷ്യം പിടിച്ചാൽ ഭക്ഷണം കഴിക്കും. ദേഷ്യം പിടിക്കരുതെന്നാണ് പറയാ. അഥവാ ദേഷ്യം പിടിച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ദേഷ്യം പോയതിനു ശേഷം ദേഷ്യം പിടിച്ചാൽ സംസാരിക്കാതിരിക്കുക. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് നാം ഉദ്ദേശിക്കാത്ത പല വാക്കുകളും വായിൽ നിന്ന് വരികയും അതിനനുസരിച്ചുള്ള തിരിച്ച് ഇങ്ങോട്ട് പല വാക്കുകളും കേൾക്കേണ്ടതായി വരികയും ചെയ്യും. അപ്പൊ ഇത് ഒഴിവാക്കാനും മറ്റുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും നാം
ദേഷ്യം പിടിച്ചാൽ സംസാരം കുറക്കുക എന്നുള്ള. പിന്നെ പെട്ടെന്ന് സഡൻ ഈ ഒരു ആൻസർ പറയാ, പെട്ടെന്ന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് അത് പാടില്ല. ചിന്തിച്ചതിന് ശേഷം നമ്മൾ വർത്തമാനം, അതൊരു ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയും, മെത്തേഡ് ഓഫ്. ചിന്തിച്ചതിന് ശേഷം മാത്രം വർത്തമാനം പറയും. ചിന്തിക്കാതെ പറയുന്ന സമയത്ത് വേണ്ടാതെ പല കാര്യങ്ങളും പല വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വരികയും പോയ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. വാക്കിന് വാളിനേക്കാൾ മൂർച്ചയാണെന്ന് പറയും. ഒരാളെ കൊല്ലിക്കാൻ വാക്കുകൾക്ക് കഴിയും, കൊല്ലുവാൻ പോകുന്നവനെ തിരിച്ചു വിളിക്കുവാനും നമുക്ക് വാക്കുകൾക്ക് കഴിയും. അപ്പൊ ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രസക്തി. ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ള ശബ്ദത്തിൽ, ആവശ്യമുള്ള ടോണിൽ, ആവശ്യമായ രീതിയിൽ സംസാരിക്കുമ്പോഴേ നാം സംസാരിച്ചതിന്റെ ശരിയായ പ്രതിഫലനം കേൾക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയില്ല. എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഒരു പ്രഭാഷണം പറയുമ്പോൾ ഇവ കാര്യങ്ങൾ യോഗയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വ്യായാമം ചെയ്യണം, എങ്ങനെ വിശ്രമിക്കണം. വ്യായാമം ചെയ്താൽ മാത്രം പോരാ, വിശ്രമം നിർബന്ധമാണ്. അതിനാണ് ശവാസനം. ഉത്ഥാനം ശമവദ്ഭൂമവും ശയനം തു ശവാസനം, ശവാസനം ശ്രമകരം ചിത്തവിശ്രാന്തി കാരണം. അതായത് ഉത്ഥാനം ചെയ്യുക, സുപ്പൈൻ പൊസിഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് മലർന്നു കിടന്ന് മേൽപോട്ട് നോക്കി കിടക്കുക. ശവവദ്ഭൂമം, ശവം പോലെ, അതായത് കൈ രണ്ടും കൂട്ടിക്കെട്ടിയിട്ടല്ല, മലർന്ന് ശവം പോലെ നിർജീവമായി കിടക്കുന്നത് പോലെ അനായാസമായി ശരീരത്തെ ചലിപ്പിക്കാതെ കിടക്കുക. ശയനം ശവാസനം, ശവാസനം ശ്രമകരം. ഒരു ശ്രമങ്ങളും പാടില്ല, ചരണം പാടില്ല, ഒരു പ്രവൃത്തി ചെയ്യരുത്. അങ്ങനെ നിർജീവമായി കിടക്കുന്നത് പോലെ കിടക്കുക. ഉത്ഥാനം ശവവദ്ഭൂമവും ശയനം ശവാസനം, ശവാസനം ശ്രമകരം ചിത്തവിശ്രാന്തി. മനസ്സിന് വിശ്രാന്തി നൽകിക്കൊണ്ട് ശരീരം ചലിപ്പിക്കാതെ മലർന്നു കിടന്ന് വിശ്രമിക്കുന്ന ശരിയായ വിശ്രമം. അത് വിശ്രമാസനം എന്ന് പറഞ്ഞ ആസനങ്ങളുമുണ്ട്. ആ വിശ്രമം ശരിയായ മനസ്സിനും ശരീരത്തിനും ശരിയായ വിധത്തിൽ വിശ്രമം ലഭിക്കുന്നതാണ്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് യോഗയെ പറ്റി കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഒരുവിധം തൃപ്തിയായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല, കാരണം നമ്മൾക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ഒരു മനസ്സിന്. കാരണം കൂടുതൽ അറിയണം എന്നുള്ള ഈഗർനെസ് ഉള്ളവർക്ക് എപ്പോഴും തൃപ്തി മതിയാവില്ല. എങ്കിലും കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ചെറിയ ആസനങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് കാണുന്നില്ലെങ്കിൽ പറയണം. ഈ ഇരുന്ന സ്ഥലത്ത് തന്നെ കാണിക്കുന്ന ചില ആസനങ്ങളാണ്. ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സുഖാസനത്തിലാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. കാണുന്നു. ഇനി ഇത് പദ്മാസനത്തിൽ, അതായത് ലോട്ടസ് പൊസിഷൻ എന്ന് പറയും. ലോട്ടസ് പോസ്റ്റർ, നമ്മൾ ധ്യാനത്തിനൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന പോസ്റ്ററാണ് ലോട്ടസ് പോസ്റ്റർ, അതായത് പദ്മാസനം. ആദ്യം കാല് വയ്ക്ക് മേലെ വയ്ക്കാം. ഇതാണ് പദ്മാസനം. ശരിക്കിരിക്കാം. ഇത് പദ്മാസനമാണ്. ഇത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സാധിക്കാത്തവര്, ചിലവർക്ക് ജീവിതകാലം മുഴുവൻ ഇരുന്നാലും സാധിക്കില്ല. കാരണം ചില എല്ലുകളിലെ ചില പ്രത്യേകത കാരണം മുട്ടിന്റെ താഴെയുള്ള രണ്ട് ടിബിയ ഫിബുല എന്ന് പറഞ്ഞ രണ്ട് എല്ലുകളാണ്. അപ്പൊ ഇതും കൂടെ സമ്മതിച്ചാലേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല് എന്ന് പറയുന്നത് തുടയെല്ലാണ്, ഫിമർ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ പാറ്റല എന്ന് പറയുന്നത് മുട്ടിന്റെ ചിരട്ട എന്ന് പറയുന്ന സാധനം. അതിനുശേഷം താഴെ ഉള്ളോട്ട് ടിബിയ ഫിബുല എന്ന് പറഞ്ഞ ആസനം, ഈ രണ്ട് എല്ലുകൾ. അപ്പൊ ഇവരൊക്കെ സമ്മതിച്ചാലേ ഈ പദ്മാസനം ചെയ്യിക്കാൻ സാധിക്കൂ. അപ്പൊ ചിലവരുടെ ശരീരത്തിൽ ഇവര് അത്ര സമ്മതം തരില്ല ഇരിക്കാൻ. അപ്പൊ അവരിരിക്കണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ കാളെ ആംഗിൾ ജോയിന്റ് പോലത്തെ താഴോട്ട് 26 കഷ്ണങ്ങളാണുള്ളത്, ഫാലഞ്ചസ് പറയും. അതിനൊക്കെ ചലനശേഷി ഉണ്ടാകുമ്പോഴാണ് അവിടേക്കൊക്കെ ശരിയായ രക്തചംക്രമണം ശരിയായി നടക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോൾ ഇരുന്നത് ലോട്ടസ് പോസ്റ്റർ ആണ്. ഇനി വജ്രാസനം ആണ് ഇരിക്കുന്നത്.
ഇതാണ് വജ്രാസനം. കാണുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് പറയൂ. എല്ലാ ഭാഗവും കാണുന്നില്ല, എന്നാലും ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് പ്രയാസമാണ്. കുറച്ചൊന്ന് പിന്നോട്ട് ഇരുന്നാൽ ഒന്നുകൂടി ക്ലിയർ ആവും തോന്നണു. ഇപ്പോഴോ ശരിയായോ? ആ കുഴപ്പമില്ല. ഇത് വജ്രാസനം. കാല് അതായത് യോഗാസനങ്ങളില് എല്ലാ സമയത്തും ചെയ്യാവുന്ന ഒരു ആസനമാണ് വജ്രാസനം. അതായത് ഭക്ഷണം കഴിച്ച് ഉടനെയും ചെയ്യാം, ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയും ചെയ്യാം, അല്ലാത്ത സമയത്തും ചെയ്യാം. ബാക്കി എല്ലാ ആസനങ്ങളും കാലി വയറിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിലങ്ങനെയില്ല, എപ്പോഴും ചെയ്യാവുന്ന ഒരു ആസനമാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ അരക്കെട്ടിന്റെ അടുത്ത് ഒരു ബെൻഡ്, ഒരു വളവ് പോകും, കാലെ മുട്ട് വളവും, അവിടെ ഒരു ബെൻഡ് നിൽക്കും. അപ്പൊ 2 ബെൻഡ് വരുന്ന സമയത്ത് ഇവിടുന്ന് താഴോട്ടുള്ള രക്തപ്രവാഹം ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും അത് നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള ഈ ഭാഗങ്ങളെ കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവുകയും അവിടേക്ക് ആവശ്യമായ രക്തം സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് ഇതുകൊണ്ട് ഗുണം നമുക്ക് ലഭിക്കുന്നത്. ഇത് വജ്രാസനമാണ്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനം. ഉഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം എന്നാണ് പറയുന്നത്. യോഗാസനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പല ജീവജാലങ്ങളുടെയും ജീവിത രീതി നോക്കിയിട്ടാണ്. കാരണം അവർക്കൊന്നും രോഗമില്ല. രോഗം വരുന്നതൊക്കെ മനുഷ്യനാണ്. വളരെ വൃത്തിയായി ജീവിക്കുന്ന, ധാരാളം ഭക്ഷണം കഴിക്കുന്ന, ധാരാളം സംസാരിക്കുന്ന, സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷിമൃഗാദികൾക്ക് രോഗങ്ങൾ കുറവാണ്. അഥവാ രോഗം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് മനുഷ്യൻ പോറ്റുന്ന മൃഗത്തിനാണ് രോഗം വരിക. ഈ ദുഷ്ടജീവികൾ പോറ്റുന്ന മൃഗങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നു അതിന്റെ അർത്ഥം. ഇനി ചെയ്യുന്നത് ഉഷ്ട്രാസനം, ഒട്ടകത്തിന്റെ ആസനമാണ്. ഒട്ടകത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനം. വജ്രാസനത്തിൽ നിന്ന് മുട്ടുകുത്തി നിൽക്കുക. ഇനി ഇവിടുന്ന് ശ്വാസം ഉള്ളിലേക്ക് മെല്ലെ എടുത്തുകൊണ്ട് സാവകാശത്തിൽ പുറകോട്ട് വളഞ്ഞ് 2 കാൽ മടമ്പുകളിലും കൈകുത്തി ശരീരം പുറകോട്ട് വളയ്ക്കുക. ഉണ്ടല്ലോ അല്ലെ? ഇത് ഇപ്പൊ ശ്വാസതടസ്സം, ആസ്മ രോഗികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഈ തൊണ്ടയുടെ ശ്വാസനാളത്തിന് ഈ അതുപോലെ തന്നെ അന്നനാളം, ഈസോഫാഗസ്, ഇതിനൊക്കെ ഒരു വലിച്ചൽ കിട്ടി, എലാസ്റ്റിസിറ്റി ലഭിക്കുകയും ശ്വാസം കഴിക്കാൻ കുറച്ച് ഒരു എന്താണ് പറഞ്ഞോളൂ. ആരും ഒന്നും പറഞ്ഞല്ലോ. ശങ്കരൻ കേൾക്കുന്നില്ലേ? കാണില്ലേ? അതെ, രാധേടത്തി മ്യൂട്ടാക്കിയാൽ മതി. ആ, ഇപ്പൊ ചെയ്തത് ഉഷ്ട്രാസനാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഭദ്രാസനം. ഭദ്രം, സേഫ്, അതായത് സേഫ് ആസനം എന്ന് പറയാം. ഭദ്രമായിരിക്കാൻ വേണ്ടി രണ്ട് കാലുകൾ കൊണ്ട് തൊടുക. ആദ്യം കാണുന്നുണ്ടോ? ഇല്ല, കാലിന്റെ പൊസിഷൻ ക്ലിയർ ആവുന്നില്ല. ഭദ്രാസനം ഇത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ കൂടുതൽ അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഒരു പരിധിവരെ തടയും. അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി പ്യൂബിക് ബോൺസ് എന്ന് പറഞ്ഞ 2 എല്ലുകളുടെ വികാസ സങ്കോചങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരാസനമാണ് ഭദ്രാസനം. അത് ചെയ്യുന്നത് നോക്കുക. 2 കാലുകളും 2 ഉള്ളം കാലുകൾ തമ്മിൽ മുട്ടിച്ച് 2 കാൽമുട്ടുകളും നിലത്ത് സ്പർശിച്ചുകൊണ്ട് നട്ടല് നിവർത്തി ഇരിക്കുന്ന ആസനമാണ് ഭദ്രാസനം. സാധാരണ പോലെ ശ്വാസം കഴിക്കുക.
ഇനി ഈ ഭദ്രാസനത്തിൽ നിന്ന് തന്നെ ബദ്ധകോണാസനം. സാവകാശത്തിൽ ശ്വാസം എടുത്ത് നിറയ്ക്കുക. അതിനുശേഷം സാവകാശത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുമ്പോട്ട് കുനിഞ്ഞ് നെറ്റി കാലിന് മുട്ടിക്കുക. ശ്രദ്ധിച്ചു നോക്കുക. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടുക. ഇതിന് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ആസനമാണ്. കാരണം ബലം പിടിച്ച് ചെയ്യരുത്. വളരെ സാവകാശത്തിൽ ചെയ്യാവൂ. നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുകയല്ലാതെ നിർബന്ധപൂർവ്വം നെറ്റി മുട്ടിക്കാൻ നോക്കരുത്. കാരണം ആദ്യം വേദന വരുന്നത് വയറിന്റെ നമ്മുടെ വാരിയലുകളുടെയും മധ്യത്തിലുള്ള വയറിന്റെ മസിലുകളൊക്കെ വല്ലാതെ വേദനിക്കും. ഊരവേദന വരും. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് മുട്ടിക്കാൻ ശ്രമിച്ചാൽ ഊരവേദന വന്നാൽ ഇപ്പോൾ 18 കൊല്ലമായിട്ട് മാറാതെ ഇരിക്കുന്ന ഊരവേദനക്കാരുണ്ട്. ഇത് പറഞ്ഞതിന് വിപരീതമായി ചെയ്തുകൊണ്ട്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യേണ്ട ആസനമാണ് ബദ്ധകോണാസനം. ശ്വാസം നല്ലോണം എടുത്ത് മെല്ലെ വിടുക. ഇവരുടെ 2-3 ആസനങ്ങളെ ഇപ്പൊ കാണിക്കാൻ നിവൃത്തിയുള്ളൂ. അധികം ഓൺലൈനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലായ കാര്യങ്ങൾ പല വിധത്തിലും കേൾക്കുന്ന ശ്രോതാക്കൾക്കും നമ്മുടെ സമുദായ അംഗങ്ങൾക്കും ഒക്കെ വല്ല വിധത്തിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു കാര്യം കൊണ്ടാണെന്ന് വിചാരിക്കുക. ഇനി വല്ല അബദ്ധങ്ങളും എൻ്റെ അറിവുകേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ വിവരക്കേട് കൊണ്ടാണെന്ന് ധരിച്ച് എനിക്ക് മാപ്പ് തരിക എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ എല്ലാവരോടും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവർക്കും ആ അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. വല്ല അബദ്ധങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരിക എന്ന് കൂടിയുള്ള ഒരു അപേക്ഷയോടുകൂടി എൻ്റെ ഈ ചെറു ഭാഷണം ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്തേ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അവസാനത്തെ ശാന്തി മന്ത്രം ചൊല്ലുകയാണ്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും കൂടി നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. നമസ്തേ.